എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പൊറിഞ്ചു വെളിയത്ത് വാങ്ങിക്കൂട്ടിയ ഒരു ഓഹരിയെക്കുറിച്ചാണ്. ഏകദേശം 32,35,000 ഓഹരികൾ ഹോൾഡ് ചെയ്യുന്നു പൊറിഞ്ചു വെളിയത്ത് ഒരു ഓഹരിയിൽ. അത് ഓറം പ്രോപ്ടെക് എന്ന് പറയുന്ന ഒരു ഓഹരിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്ന അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വേണ്ടി തരുന്ന ഒരു റെക്കമെൻഡേഷനായിട്ട് ഒരിക്കലും കരുതരുത്. പൊറിഞ്ചു വെളിയത്ത് ഈ ഓഹരി മേടിച്ചു എന്ന് ഒരു ന്യൂസ് കണ്ടപ്പോൾ അത് നിങ്ങളെ അറിയിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ ടെക്നിക്കലും ഫണ്ടമെൻ്റൽ വശങ്ങളും നമുക്കൊരു ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു വാർത്ത എന്നത് മാത്രമേ കണക്കാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ പൊറിഞ്ചുവിനെ പോലുള്ളവർ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും നിക്ഷേപം നടത്തുക. അതായത് അവർ ഒരു ഹെഡ്ജ് രീതിയിൽ നിക്ഷേപിക്കാം, അല്ലെങ്കിൽ ഒരു പാദത്തിൽ ഇപ്പോൾ ഒരു ക്വാർട്ടറിൽ ചില ഫണ്ടുകളിൽ ചില ഓഹരികളിൽ മേടിക്കാം. അങ്ങനെയുള്ള ചില നിക്ഷേപ രീതികളായിരിക്കും ആ വലിയ നിക്ഷേപകർ സ്വീകരിക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും അവരെ പിന്നാലെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. നമ്മൾ നമ്മളുടേതായ രീതിയിൽ പഠനങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമേ ഇതുപോലുള്ള നിക്ഷേപകരുടെ പിന്നാലെ പോകാനായിട്ട് പാടുള്ളൂ. അല്ലാണ്ട് നമ്മൾ അന്ധമായിട്ട് ഇവരെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. ഇത്രയുമാണ് ആമുഖമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പൊറിഞ്ചു വെളിയത്ത് ഡിസംബർ പാദത്തിൽ നിക്ഷേപം വർദ്ധിപ്പിച്ച, അതായത് മുന്നേ നിക്ഷേപം ഉണ്ട്, അതുകൂടാതെ നിക്ഷേപം വർദ്ധിപ്പിച്ച ഒരു ഓഹരിയാണ് ഓറം പ്രോപ്ടെക്. നമുക്കറിയാമല്ലോ, കേരളത്തിൽ നിന്നുള്ള പ്രശസ്തനായ ഒരു നിക്ഷേപനാണ് പൊറിഞ്ചു വെളിയത്ത്. അദ്ദേഹം 2023 ഡിസംബറിൽ നിക്ഷേപം വർദ്ധിപ്പിച്ചു ഈ സ്മോൾ ക്യാപ്പ് ഓഹരിയിൽ. ഈ ഓഹരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓറം പ്രോപ്ടെക് ലിമിറ്റഡ്, ഈ ഓഹരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ IT മേഖലയിൽ ബിസിനസ് നടത്തുന്ന ഒരു കമ്പനിയാണിത്. അതുകൂടാതെ റിയൽ എസ്റ്റേറ്റ് വാല്യൂ ചെയിൻ ഫോക്കസ്ഡ് ആയി ഡിജിറ്റൽ ഇക്കോസിസ്റ്റം വികസിപ്പിക്കുന്നതാണ് പ്രധാന ബിസിനസ്. പ്രോപ്പർട്ടി, അസറ്റ് മാനേജ്മെൻറ്റ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, അതുകൂടാതെ ഫിനാൻസിങ്, അസറ്റ് തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് ഇക്കോസിസ്റ്റം വികസിപ്പിക്കുന്നു. അത് കഴിഞ്ഞ ഒരു മാസത്തിൽ ഏകദേശം 24% നേട്ടം ഈ കമ്പനി കൊടുത്തിട്ടുണ്ട് നിക്ഷേപകർക്ക്. അതുകൂടാതെ ഒരു വർഷത്തിൽ ഏകദേശം 49% നേട്ടം കൊടുത്തിട്ടുണ്ട്. അതായത് മിനിഞ്ഞാന്നത്തെ 20-ാം തീയതിയിലെ ഈ ഓഹരിയുടെ ക്ലോസ് റേറ്റ് 177 രൂപ 45 പൈസയാണ്. ഈ 2023 ഡിസംബർ 30 അവസാനിച്ച ക്വാർട്ടർ ഉണ്ടല്ലോ, അതിൽ ഏകദേശം 4.5% ഓഹരിയുടെ പൊറിഞ്ചു വെളിയത്തിനുള്ളത്. 2023 സെപ്റ്റംബറിൽ 3.5% ആയിരുന്നു അത്. അതായത് 1% വർദ്ധിച്ചു. നിലവിൽ അദ്ദേഹത്തിന് ഈ കമ്പനിയിലുള്ള ഓഹരി മൂല്യം ഏകദേശം 57.4 കോടി രൂപയാണ്. പേഴ്സണലി പറയണമെങ്കിൽ ഈ ഓറം പ്രോപ്ടെക് എന്ന കമ്പനി ഉണ്ടല്ലോ, അത് ഫണ്ടമെൻ്റലി അത്ര നല്ലൊരു കമ്പനിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ്. കാരണം കമ്പനി നഷ്ടത്തിലൂടെ പോകുന്ന ഒരു കമ്പനിയാണ്. അതുകൂടാതെ ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ നഷ്ടം കുറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഈ കമ്പനിയുടെ പറ്റി പറയാനുള്ള കാര്യം. അല്ലാതെ നഷ്ടത്തിലോടുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നഷ്ടത്തിലോടുന്ന ഒരു കമ്പനിയുടെ പിന്നാലെ നമ്മൾ പോയിട്ട് കാര്യമില്ല. എന്നാലും നമുക്ക് ടെക്നിക്കലി നമുക്കൊന്ന് നോക്കാം. ഓറം പ്രോപ്ടെക് നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് നഷ്ടത്തിലോടുന്ന കമ്പനിയാണ്. പക്ഷേ ലാസ്റ്റ് ക്വാർട്ടറിൽ നഷ്ടം കുറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ചാർട്ടിൽ കാണുന്നത് ഓറം പ്രോപ്ടെക്കിൻ്റെ വീക്കിലി ചാർട്ടാണ്. അതായത് നമ്മൾ ഇൻട്രാഡേ ചാർട്ട് നോക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് നമുക്ക് ടെക്നിക്കൽ ലെവൽസോ ഒന്നും നമുക്ക് വ്യൂവബിൾ അല്ല അതിൽ പ്രത്യേകിച്ച്. പക്ഷേ ഈ വീക്കിലി ചാർട്ട് നോക്കുമ്പോൾ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു കൺസോളിഡേഷൻ നടന്നതിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട് എന്നതാണ് ഇതിൽ നമുക്ക് ആകെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് കണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് കണ്ട ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് ആണ് ഇത് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. വിത്ത് അത്യാവശ്യം വോളിയമും ഉണ്ട്. ഇത് നമ്മളിവിടെ ഒരു ട്രെൻഡ് ലൈൻ കൂടി വരച്ചു കഴിഞ്ഞാൽ ആ ട്രെൻഡ് ലൈനും കൂടിയും ഇത് സപ്പോർട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇവിടെ ട്രെൻഡ് ലൈൻ വരച്ചാൽ കൃത്യമായിട്ടൊരു ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്ത് പോകുന്നു. നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു സപ്പോർട്ട് പോയിന്റ് വീക്കിലി ലെവലിൽ നോക്കുമ്പോൾ ഒരു സപ്പോർട്ട് വരുന്ന ഈ ഏരിയയാണ് സപ്പോർട്ട്. ഒരു 127-125 റേഞ്ചാണ് നമുക്കൊരു സപ്പോർട്ടായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്ന പോയിന്റ്.
ഈ ലെവല് 127 125 ഒരു സപ്പോർട്ടായിട്ട് ഇതൊരു ആക്റ്റീവ് വീക്കിലി ഇട്ടാൽ നോക്കുമ്പോൾ ഇൻട്രാഡേയിൽ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. അപ്പോൾ വീക്കിലി ആകുമ്പോൾ 127 125 ഒരു സപ്പോർട്ട് ഇതിൽ കാണുന്നത്. ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമ്മൾ മന്ത്ലി നോക്കിയാലും നമ്മൾ ഒരു ഫാള് വന്ന ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഉണ്ട് ഇവിടെ ഒരു ഫാള് റേഞ്ചാണ് ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇവിടെ ഒരു ഫാള് വന്ന ഒരു ഏരിയ ആണ്. ഈ ഏരിയയുടെ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ആസ് പെർ എൻ്റെ വ്യൂ എന്ന് വെച്ചാൽ ഇവിടെ ഒരു കൺസോളിഡേഷൻ മന്ത്ലി നമ്മൾ നോക്കുമ്പോൾ മന്ത്ലി ഈ ഭാഗത്തൊരു കൺസോളിഡേഷൻ നടന്നിട്ട് ഇതൊരു ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡിലേക്ക് ഒരു ചാൻസാണ് കാണുന്നത്. മന്ത്ലി വ്യൂ കേട്ടോ, മന്ത്ലി വ്യൂടെ പറയുന്നത് ഇത്. കാരണം ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് പോയിന്റിന് അവിടെയാണ് ഇത് നിൽക്കുന്നത് ഇപ്പോൾ. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ നോക്കുമ്പോൾ മന്ത്ലി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു വലിയ ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ഇത്ര നാൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒരു മദർ ക്യാൻഡിൽ ആണ് ഇത്. കാരണം ഒരു ക്യാൻഡിൽ ഇങ്ങനെ വന്നു, ആ ക്യാൻഡിലിൻ്റെ ഹൈ ലോ ഇവിടെ ഉണ്ട്, അതിന് ഉള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു മദർ ക്യാൻഡിലായിട്ട് ഇത് പറയും. ഇതൊരു മദർ ക്യാൻഡിൽ. അപ്പോൾ ഒരു മദർ ക്യാൻഡിലിൻ്റെ അകത്ത് ആണ് ട്രേഡ്. ആ മദർ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. അതൊരു മന്ത്ലി നോക്കുമ്പോൾ അതൊരു പോസിറ്റീവ് സൈനാണ് നമുക്ക്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ ഏരിയയിലാണ് ഇപ്പോൾ ഇത് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയുക എന്നത് മാത്രമേ ഇതിൽ പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് കാണേണ്ടത് പൊറിഞ്ചു. ഇത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും കാണണ്ട. പൊറിഞ്ചു ഒരു ഹോൾഡ് ചെയ്തത് ഒരു ഷെയർ ഒരു ന്യൂസ് വന്നപ്പോൾ അത് അറിയിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മളെ വീണ്ടും പറയുന്നു, വീക്കിലി നമ്മൾ നോക്കുമ്പോൾ ഇതാണ് നമ്മളെ സ്ട്രോങ് ഒരു സപ്പോർട്ടർ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ റേറ്റ്, അതായത് 127 125 ആ ലെവലിൽ ഒരു സ്ട്രോങ് ഒരു സപ്പോർട്ടായിട്ട് ഇതൊരു ആക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ ഇപ്പോൾ ഈ ഷെയറിൽ ഒന്നും എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള രീതിയിൽ എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ അത് നിങ്ങളെ ഗുണമായിട്ട് കണക്കാക്കാം. അപ്പോൾ ഇത്രയുമാണ് ഓറം പ്രോപ്ടെക്കിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.